നമസ്കാരം. 11/5/2024 നടന്ന കേരള PSC ഒന്നാം ഘട്ട ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ വിശകലനവുമാണ് ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമൻ നമ്പിയാണ്. ഉത്തരം രാമൻ നമ്പിയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര കലാപമായിരുന്നു 1812 കുറിച്യർ ലഹള. 1812 കുറിച്യർ കലാപം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി കുറിച്യരും കുറുമ്പരും രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിലാണ് ഈ കലാപം തുടങ്ങുന്നത്. എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ കലാപകാരികളുടെ ലക്ഷ്യം. രണ്ടാമത്തെ ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഉത്തരം അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയ്യങ്കാളി. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിച്ചത്. 1991. ഓപ്ഷൻ സി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ന്യൂറംബർഗിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കുറ്റവാളികളെ വിചാരണ ചെയ്യപ്പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആരാണ് പറഞ്ഞത്? റൂസോ. ഉത്തരം റൂസോയാണ് ഈ വാക്ക് പറഞ്ഞത്. ജീൻ ജാക്വസ് റൂസോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. റൂസോ പറഞ്ഞ വാക്കുകളാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട്സ് എന്ന പുസ്തകത്തിലാണ് ഈ ഒരു വാക്കുകൾ പരാമർശിച്ചിട്ടുള്ളത്. സോഷ്യൽ കോൺട്രാക്ട്സ് എന്ന പുസ്തകത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഏതാണ്? ഉത്തരം പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പോർച്ചുഗീസ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് പോർച്ചുഗീസ് ആണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? സ്പാനിഷ്, അറബിക്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്. ഇത്രയും ഭാഷകളാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ. സ്പാനിഷ്, അറബിക്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ്. ഇതിൽ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. പോർച്ചുഗീസ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയല്ല. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21 അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ് ഇതിൽ ഉൾപ്പെടാത്തത്? നാഗാലാൻഡാണ്. നാഗാലാൻഡ് ഇതിൽ ഉൾപ്പെടില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി, സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചതാര്?
1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആ സമയത്ത് മോത്തിലാൽ നെഹ്റു ചെയർമാനായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. 9ാമത്തെ ചോദ്യം. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര. ഹരിജൻ യാത്ര പര്യടനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണക്കില. പുരാണക്കിലയാണ് അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെടാത്തത്. ലാഹോർ കോട്ട, ആഗ്ര കോട്ട, അലഹബാദ് കോട്ട ഇതൊക്കെ അക്ബറിൻ്റെ കാലത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. പുരാണക്കില. അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഗ്രാനൈറ്റ് നീസ്. ഗ്രാനൈറ്റ് നീസ് അത് ശരിയാണ്. മണൽക്കല്ല് സിസ്റ്റ്. മണൽക്കല്ല് സിസ്റ്റ് അത് തെറ്റാണ്. ക്വാഡ്സ് ആണ് മണൽക്കല്ല്. ക്വാഡ്സ്. ക്വാഡ്സ് ആണ് മണൽക്കല്ല്. ചുണ്ണാമ്പ് കല്ല് മാർബിൾ അത് ശരിയാണ്. ഷെയിൽ സ്ലേറ്റ് അത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മണൽക്കല്ല് സിസ്റ്റ് അല്ല, ക്വാഡ്സ് ആണ്. ക്വാഡ്സ് ആണ് മണൽക്കല്ല്. 12ാമത്തെ ചോദ്യം. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? പോളികോണിക്. പോളികോണിക് ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി പോളികോണിക്. 13ാമത്തെ ക്വസ്റ്റ്യൻ. 2023 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഏതാണ് ഉത്തരം? ജപ്പാൻ. ജപ്പാനാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ PYQ ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെയാണ് നീട്ടിയത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2016 ആക്ട് പ്രകാരം ആദ്യം NW3 എവിടെ വരെ ആയിരുന്നു? NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു. അത് 2016 ശേഷം കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടി. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ഈ ഉത്തരം ക്യാൻസലാണ്. ക്യാൻസലായ ഉത്തരം ആണ്. കാരണം ഇതിലുള്ള എല്ലാ ഓപ്ഷനും ഭൂതാപനിലയമാണ്. 16ാമത്തെ ചോദ്യം. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അടുത്ത ചോദ്യം. 17ാമത്തെ ചോദ്യം. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി 9ാം പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ചോദ്യം. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഏതാണ്?
ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ്. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഏതാണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 മാത്രം. 20ാമത്തെ ചോദ്യം, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 21ാമത്തെ ചോദ്യം, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായം 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? 60-ൽ നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ് ഉത്തരം? ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 22ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് തെറ്റാണ്. ആരാണ്? എം.എൻ. റോയി. എം.എൻ. റോയിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഭരണഘടനാ അസംബ്ലി ആദ്യമായി മുന്നോട്ട് വെച്ചത് എം.എൻ. റോയിയാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. അത് ശരിയാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. അത് തെറ്റാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നില്ല. അപ്പോൾ 2 മാത്രമാണ് ശരിയായത്. 2 മാത്രമാണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ എന്തിന് വിധേയമാണ്? ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ എന്തിന് വിധേയമാണ്? ഏതിന് വിധേയമാണ്? പൊതുക്രമം ശരിയാണ്. ധാർമ്മികത അതും ശരിയാണ്. ആരോഗ്യം. ഈ 3 കാര്യങ്ങൾക്കും വിധേയമാണ് ആർട്ടിക്കിൾ 26. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയുള്ള അനുച്ഛേദം അനുച്ഛേദങ്ങൾ 31A, 48A, 51A. ഏതാണ്? 48Aയും 51Aയും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 മാത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അത് തെറ്റാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. അത് ശരിയാണ്. 1, 3 ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 26ാമത്തെ ചോദ്യം, 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം എന്താണ്? 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA ആണ്.
ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239 ഇത് ശരിയാണ്. 239 എന്താണ്? ഡൽഹിയിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 239 വന്നത്. ആർട്ടിക്കിൾ 330 332 ഉൾപ്പെടുത്തൽ, ആർട്ടിക്കിൾ 330 332 ഉൾപ്പെടുത്തൽ, അതും ശരിയാണ്. 330 എന്താണ്? ലോകസഭയിലേക്ക് സ്ത്രീകൾക്ക് 33% റിസർവേഷന്, ലോകസഭയിലേക്ക് സ്ത്രീകൾക്ക് 33% റിസർവേഷൻ നൽകുന്നതിനെ പറ്റിയിട്ടാണ് 330 പറയുന്നത്. 332 പറയുന്നതോ? 332 പറയുന്നത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള സ്ത്രീകൾക്കുള്ള റിസർവേഷൻ, സംസ്ഥാന നിയമസഭയിലേക്ക് സ്ത്രീകൾക്കുള്ള റിസർവേഷനെ കുറിച്ച് പറയുന്നതാണ് 332. അപ്പോൾ അതും 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം, അത് ശരിയാണ്, അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്, മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതൊക്കെ 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങളാണ്. 27-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, അത് പ്രവർത്തനമാണ്. നിയുക്ത നിയമനിർമ്മാണം, അതും സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, അത് തെറ്റാണ്, അത് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതേ അല്ല. അടുത്തത്, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു, അതും ശരിയാണ്. ഇവിടെ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 28-ാമത്തെ ചോദ്യം, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? നാഷണൽ ഗവൺമെൻറ് പ്ലാനാണ്, NEGP. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, അത് ശരിയാണ്. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, അതും ശരിയാണ്. സൗജന്യ സേവനങ്ങൾ നൽകുക, അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, പക്ഷേ ഓപ്ഷനിൽ ഇല്ല. ഇത് ശരിക്കും 1, 2, 3 ശരിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഓപ്ഷനിൽ ഇല്ല. ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 29-ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം ശരിയാണ്. സംയോജനത്തിൻ്റെ പ്രവർത്തനം അത് ശരിയാണ്. രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം അതും ശരിയായ കാര്യമാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 31-ാമത്തെ ചോദ്യം, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? SL പുരം സദാനന്ദൻ. SL പുരം സദാനന്ദനാണ് കാട്ടുകുതിര എന്ന സിനിമയ്ക്ക് തിരക്കഥ നൽകിയത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 32-ാമത്തെ ചോദ്യം, ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാര്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാര്?
എസ് ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. എസ് ഗുപ്തൻ നായരാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത്. 33-ാമത്തെ ചോദ്യം. കുമാരനാശാൻ അന്തരിച്ച വർഷം. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. 1924 കുമാരനാശാൻ അന്തരിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 34-ാമത്തെ ചോദ്യം. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആര്? കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ജി അരവിന്ദൻ ആണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് കാഞ്ചന സീത. ഓപ്ഷൻ എ ആണ് ഉത്തരം. 35-ാമത്തെ ചോദ്യം. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 2022 ഫിഫ ലോകകപ്പിൻ്റെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. ലയണൽ സ്കലോനി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 2023 വിംബിൾട്ടണിൽ വിജയം നേടിയതാര്? 2023 വിംബിൾട്ടണിൽ വിജയം നേടിയതാര്? കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ് ആണ് 2023 വിംബിൾട്ടൺ ടെന്നീസിൽ വിജയം നേടിയത്. വിന്നറായിട്ടുള്ളത് കാർലോസ് അൽക്കാരസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 38-ാമത്തെ ചോദ്യം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. ഓപ്ഷൻ സി അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. 18,426. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് വെബ് ജാക്കിംഗ്. വെബ് ജാക്കിംഗ് ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. സ്വന്തമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. സ്വന്തമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ലാറി പേജും സെർജ് ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്? ലാറി പേജും സെർജ് ബ്രിനും ചേർന്ന് സ്ഥാപിച്ച സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. ഗൂഗിൾ ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുക. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ഹബ്ബ് എന്ന് പറഞ്ഞാൽ നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ഡി ആണ്. ഒന്ന് ഡി ആണ്. റൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ. ഒന്ന് ഡി, രണ്ട് സി. റിപ്പീറ്റർ എന്താണ്? നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. 3 ബി ആണ്. 3 ബി. ഗേറ്റ്വേ എന്താണ്? വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. 4 എ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? 1 ഡി വരുന്ന ഓപ്ഷൻ ഏതാ? 1 ഡി വരുന്ന ഓപ്ഷനിൽ ബി ക്യാൻസൽ ആക്കുക. എയും സിയും ഡിയും എടുക്കുക. അതിൽ 4 എ വരുന്നത് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് അത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU
വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. കാഷെ മെമ്മറിയാണ് CPU നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? IXPE ആണ്. IXPE നാസയുടേതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. IXPE നാസയുടെ ഉപഗ്രഹമാണ്. നാസ. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ശരിയാണ്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും NBSAPS ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. അതും ശരിയാണ്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ്, നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 48ാമത്തെ ചോദ്യം, സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് 1 L1ൻ്റെ ദൂരം എത്രയാണ്? സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് 1 L1ൻ്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്ററാണ് L1ൻ്റെ ദൂരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സൗരോർജം, കാറ്റ്, ബയോമാസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. സൗരോർജം, കാറ്റ്, ബയോമാസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സൗരോർജം, കാറ്റ്, ബയോമാസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. GK ഭാഗത്ത് നിന്ന് വരുന്ന 50 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റും നോക്കിയിട്ടുണ്ട്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതുന്ന കുട്ടികൾ തീർച്ചയായും ഈ ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം.